എല്ലാവർക്കും നമസ്കാരം. അഖില KSൻ്റെ നാവ് എന്ന നോവലിനെ കുറിച്ചാണ് ഇവിടെ കുറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. അഖിലയുടെ ആദ്യത്തെ നോവൽ, ശ്രദ്ധേയമായ ആദ്യത്തെ നോവൽ ആണ് നാവ്. നാവിനെക്കുറിച്ചുള്ള ചില വർത്തമാനങ്ങൾ, ചില അന്വേഷണങ്ങൾ, മാത്രമല്ല ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് എഴുത്തിൻ്റെ വഴികളെക്കുറിച്ചും അഖിലയോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അഖില എഴുത്തിൻ്റെ സമയം എപ്പോഴാണ്? അഖില ഒരു ഡോക്ടറാണ്. തൻ്റെ പ്രൊഫഷണൽ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായി സമയം കണ്ടെത്തുന്നത്? ഈ ചോദ്യം വെറും ചോദ്യമല്ല. കാരണം എഴുത്തിന് വേണ്ടി ഒഴിവു സങ്കേതങ്ങളിൽ പോകുന്ന, സ്വസ്ഥമായി ഇരുന്ന് എഴുതാനായി ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കുന്ന ധാരാളം പുരുഷന്മാരുള്ള എഴുത്തുകാരുള്ള നാടാണ് നമ്മുടേത്. അതിനിടയിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് തൻ്റെ എഴുത്തിനെ, തൻ്റെ സർഗാത്മകതയെ, തൻ്റെ ജീവിതത്തിലെ തിരക്കുപിടിച്ച ഉത്തരവാദിത്വങ്ങൾക്കിടയിലൂടെ സമഗ്രമായി ആവിഷ്കരിക്കുന്നത്? ഇതറിയാനാണ് എൻ്റെ ആദ്യത്തെ കൗതുകം. നന്ദി ടീച്ചർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങിയത് സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീകളെല്ലാവരും എഴുതുന്നതിനെക്കുറിച്ച് ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഏത് സ്ത്രീയെ എഴുതുമ്പോൾ പുരുഷന്മാർ എഴുതുന്നത് പോലെയല്ല. കാരണം ഒരുപാട് ഗാർഹികമായ ചുമതലകൾ നയിക്കണം. അവർ ജോലിക്ക് പോകുന്ന സ്ത്രീയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അതിനിടയ്ക്ക് വേണം വായിക്കാനായിട്ടും എഴുതാനായിട്ടുമുള്ള സമയം കണ്ടുപിടിക്കാൻ. എനിക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് വരാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്ക് പകൽ സമയം കിട്ടിയാലും ഞാൻ എഴുതണം എന്നില്ല. എനിക്ക് എഴുതാനുള്ളൊരു സമയം പാതിരാത്രിയാണ്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. മിക്കപ്പോഴും ഒരു ഉറക്കം കഴിഞ്ഞ സമയത്തൊക്കെയാണ് ഞാൻ എഴുതാറ്. ഒരു 12 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്നാണ്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഇപ്പോൾ പറയുന്നൊരു വാക്ക് തള്ളു പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ട് കിടന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ ഉറക്കം വരാറില്ല. ഇപ്പോൾ എഴുത്തിൽ എല്ലാവരും പറയുന്ന പോലത്തെ ഭയങ്കരമായ സ്ട്രെയിൻ എടുത്ത് എഴുതുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് മനസ്സ് വളരെ കംഫർട്ടബിളായിട്ടിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സമയം എന്ന് പറയുന്നത് ആ ബഹളങ്ങൾ ഒഴിഞ്ഞ ആ സമയമായതുകൊണ്ടാവാം. വേറൊരു കാര്യം, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഈ പൂരിപ്പിക്കാതെ വെച്ചൊരു സമസ്യ തലേ ദിവസമോ ചിലപ്പോൾ 1 മാസത്തിന് മുൻപോ ആയിരിക്കും. ഇതിന് ഉത്തരം കിട്ടുന്നത് ചിലപ്പോൾ ഉറക്കത്തിനിടയിലായിരിക്കും. ഇപ്പോൾ ഒരു സ്വപ്നത്തിലൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഞെട്ടി ഉണർന്ന് അപ്പോൾ ഇരുന്ന് എഴുതിയ സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോവലിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നാവ് എഴുതിയത് മിക്കതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവിനാശിൻ്റെ ഒരു ക്യാരക്ടർ വന്നതിന് ശേഷം മിക്കപ്പോഴും സ്വപ്നത്തിലാണ് അവിനാശ് പിന്നെ വന്ന് അവിനാശിൻ്റെ കഥ പറഞ്ഞത്. പിന്നെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എഴുത്ത് നേരം എന്ന് പറയുന്നത് എനിക്ക് മിക്കപ്പോഴും പാതിരാത്രിയാണ്, ഒരു ഉറക്കത്തിന് ശേഷമുള്ള സമയം. നാവ് എന്ന നോവൽ, അതിലെ കഥാപാത്രങ്ങൾ ഒരു യാത്രക്കിടയിലാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള അവിനാശിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നതെന്ന് ഈ നോവലിൻ്റെ ആമുഖത്തിൽ അഖില പറയുന്നുണ്ട്. അമ്മയെ വളരെയധികം സ്നേഹിക്കുന്ന പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മ ഇല്ലാതായിട്ടും അമ്മയ്ക്ക് വേണ്ടി ചിത്രങ്ങൾ മൊബൈലിലെടുത്ത് അയച്ചു കൊടുത്ത്, അതിന് അടിക്കുറിപ്പ് എഴുതി അയച്ചു കൊടുത്ത്, അമ്മയ്ക്ക് അടിക്കുറിപ്പോട് കൂടി എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു കഥാപാത്രമല്ല, ഒരു റിയൽ മാൻ. അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ മോൺ ബ്ലാങ്ക് അല്ലേ, അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ആ ഒരൊറ്റ കാഴ്ചയിൽ നിന്ന്, അതിൻ്റെ തുടർ ചിന്തകളിൽ നിന്നാണ് അവിനാശ് എന്നുള്ള കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിനാശ് എന്ന് പറയുന്ന ഈ കഥാപാത്രം, അയാളെ ചുറ്റി നിൽക്കുന്ന ഒരു പറ്റം സ്ത്രീകൾ, ഇതാണ് നാവ് എന്ന നോവലിൻ്റെ കേന്ദ്ര കഥ എന്ന് പറയാം. പിന്നെ ആഖ്യാനത്തിൻ്റേതായിട്ടുള്ള പല പല അടരുകളുണ്ട്. അതിലൂടെയെല്ലാം ഓരോ ഇടത്തായിട്ട് അവിനാശുമായിട്ട്
ഒന്നിച്ചു ചേരുന്ന, കഥയിൽ സന്നിവേശിക്കുന്ന നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളുമുണ്ട്. അപ്പം കേന്ദ്ര കഥാപാത്രം അവിനാശിൻ്റെ അന്വേഷണങ്ങളാണ്. എന്നാൽ കൂടി അവിനാശിനെ നയിക്കുന്നത് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ചിന്തയാണ്. തൻ്റെ അമ്മയെ ചേർത്തു പിടിച്ചാണ് അയാൾ യാത്ര ചെയ്യുന്നത്. അത് ഞാൻ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് അവിനാശ് അമ്മയെ ചേർത്ത് പിടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. മാനസികമായി മാത്രമല്ല, അയാളുടെ കയ്യിൽ അമ്മയുടേതായിട്ടുള്ള എന്തോ ഒന്നുണ്ട്. അത് നോവൽ വായിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ത്രില്ല് നഷ്ടപ്പെടേണ്ട എന്ന് വെച്ചിട്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ അയാളുടെ ഒപ്പം ഈ അമ്മയുണ്ട്. പിന്നെ ഈ നോവൽ മുഴുക്കെ സ്ത്രീകളുടെ രഹസ്യങ്ങളാണ്. സ്ത്രീകളെ, പ്രത്യേകിച്ച് അമ്മമാരെ പൊതിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളാണ്. ഓരോ മക്കളും ഈ അമ്മമാരുടെ രഹസ്യങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. അവരുടെ ജീവിതത്തെ അവരറിയാതെ തന്നെ നയിക്കുന്ന, അവരുടെ ജീവിതത്തെ അവരറിയാതെ തന്നെ ചില കുടുക്കുകളിൽ പെടുത്തുന്ന ഒരു ദൗത്യം ഈ അമ്മ കഥാപാത്രങ്ങൾക്കുണ്ട്, അമ്മമാരുടെ രഹസ്യങ്ങൾക്കുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ആത്മകഥാക്കുറിപ്പുകൾ, അനുഭവക്കുറിപ്പുകൾ, ഇതിലെല്ലാം തെളിയുന്ന ഭൂതകാലത്തിൻ്റേതായിട്ടുള്ള അഭിരുചികൾ, ആഘോഷങ്ങൾ മിക്കതും കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ് എങ്കിൽ കൂടി നമ്മുടെ ഓർമ്മയെ നമ്മൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു നിർമ്മിതിയുടെ അംശം കലരാതിരിക്കില്ല. അല്ലെങ്കിൽ ഒരു അല്പം കൂടിയുള്ള രുചിപ്പകർച്ച അതിലുണ്ടാകും. അത് അങ്ങനെ ഇരിക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഓർമ്മക്കാലത്ത് നിൽക്കുന്ന നമ്മൾ. പക്ഷേ ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഓർമ്മയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ ഭൂതകാലത്തിൽ നിന്ന് അവർ ആവുന്നത്ര ഓടി ഒളിച്ചവരാണ്. ഈ ഭൂതകാലത്തെ ഭയക്കുന്ന ഇത്തരം കഥാപാത്രങ്ങളെ, അല്ലെങ്കിൽ അത്തരം കഥാപാത്ര സൃഷ്ടി നടത്തുമ്പോൾ എന്താണ് അഖിലയുടെ മനസ്സിൽ, എങ്ങനെയാണ് ഈ ഒരു ഭൂതകാലം ഇത്രയും വഴുക്കുന്ന ഒരു കാലഘട്ടമായിട്ട് അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നത്? അതായത് വഴുക്കലുള്ള ഒരു പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെയെങ്കിലും ഒരു കിണറിലേക്ക് വീണു പോകുന്നത് പോലെയുള്ള ഒരു തോന്നലാണ് ഈ കഥാപാത്രങ്ങൾക്കെല്ലാം. അതെങ്ങനെ എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇതിൽ തന്നെ ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിന് ഭാരം മാത്രമല്ല, ചിലപ്പോൾ ദുർഗന്ധവും ഉണ്ടാവാമെന്ന്. നമ്മൾ പഴയ കാലത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഈ ജാതി വ്യവസ്ഥയും ഇപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നവരും അങ്ങനെയുള്ള മനുഷ്യരെ മറ്റു മനുഷ്യർ എങ്ങനെയാണ് കണ്ടിരുന്നത്, അവരെ എങ്ങനെയാണ് പരിഗണിച്ചിട്ടേ ഇല്ല. അവഗണന, ചിലർ തറയോട് ചേർത്ത് ചവിട്ടി അരയ്ക്കുന്ന രീതിയിലുള്ള അവഗണന, ആ ഒരു രീതി ഒട്ടുമിക്ക മനുഷ്യർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ തങ്ങളെക്കാൾ താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ അവഗണിക്കുന്ന ഒരു രീതി. ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള ഇപ്പോൾ ദീപു ആണെങ്കിലും അവിനാശാണെങ്കിലും ചിന്നു ആണെങ്കിലും ഗാത്രി ആണെങ്കിലും എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു ഭൂതകാലം. മിക്കതും ഒരു പുഴുക്കുത്തേറ്റ ഭൂതകാലം എന്നൊക്കെ പറയാം. അതിലേക്ക് തെന്നി വീഴാൻ അവർ നോക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെയുള്ള ഓരോ കാലം കഴിഞ്ഞ് ഓരോ കാലത്തും സ്വയം നവീകരിച്ചിട്ടാണ് മനുഷ്യർ കടന്നു പോന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ എത്രത്തോളം പുഴുക്കുത്തേറ്റിട്ടുണ്ട്, എത്രത്തോളം നമ്മളുടെ ഒരു മാനസിക നിലയെ പുഴുവരിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ കുറേ ദൂരം മുന്നോട്ട് ചെന്നിട്ട് തിരിഞ്ഞു നോക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നിരാശയും ഒരു വിഷമവും നമുക്ക് തന്നെ സ്വയം ഒരു പുച്ഛവും തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ലൈഫ് നന്നായിട്ട് ജീവിക്കണം. എങ്കിലേ നമുക്ക് പിന്നീടുള്ളൊരു കാലം നമ്മൾ ഇത്രയും നന്നായിട്ടാണ് പോകുന്നത് എന്ന് തോന്നുള്ളൂ, അല്ലേ? അങ്ങനെ ഒരു കൊള്ളില്ലാത്ത ഒരു ഭൂതകാലത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ നോക്കുന്നവർ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം. അവരെല്ലാം സ്വന്തമായിട്ട് ഓരോ ഇടങ്ങളുള്ളവരാണ്. അതെ, ഇപ്പം നമ്മൾ മായ ആഞ്ചലോനെയൊക്കെ വായിക്കുമ്പോൾ ഒരു വാചകം തെളിഞ്ഞ് കിട്ടാറുണ്ട്. ദർ ഈസ് നോ ഗ്രേറ്റർ എഗണി. അതിലും വലുതല്ലാത്തൊരു വേദനയില്ല. നോ എഗണി ഗ്രേറ്റർ ദാൻ ബെയറിങ് ആൻ അൺടോൾഡ് സ്റ്റോറി ഇൻസൈഡ് യു. പറയാത്ത ഒരു കഥ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അത്രയും വലിയ വേദന നിങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ കഥയുടെ തുടർച്ചയായിരിക്കും നിങ്ങളുടെ ജീവിതം. പിന്നീട് തെളിയിക്കപ്പെടാത്ത നിരവധി കള്ളികൾ, നിരവധി പദപ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പദപ്രശ്നത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഈ നോവലിലുണ്ട്. ചിന്നു എന്നു പേരുള്ള ഒരു കഥാപാത്രം. ചിന്നു അനുഭവിക്കുന്നത് നിറത്തിൻ്റേതായിട്ടുള്ള
തൻ്റെ വംശത്തിൻ്റേതായിട്ടുള്ള എല്ലാ പൊള്ളലുകളും അവളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് അവൾ പ്രതിരോധിക്കുന്നത് നാവുകൊണ്ടല്ല. അവൾക്കൊന്നും മിണ്ടാനാവുന്നില്ല. അവളുടെ മേൽ അധീശത്വം പുലർത്തുന്ന വരേണ്യമായിട്ടുള്ള സംസ്കാരം അത് ആരിൽ നിന്ന് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി. പഠിപ്പിക്കുന്ന അധ്യാപകർ, സഹപാഠികൾ അവളെ കളിയാക്കുന്നുണ്ട്. കറുത്ത പോത്തിൻ കായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോത്തിൻ മുട്ട എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ അവൾ അത് പരാതിയായിട്ട് അധ്യാപകനടുത്തെത്തുന്നുണ്ട്. അധ്യാപകനായിട്ടുള്ള ഗോകുൽദാസ് ആ ഒരു പരാതിയെയല്ല ചോദ്യം ചെയ്യുന്നത്. നിന്നെ പിന്നെ എന്ത് വിളിക്കണം? നീ കറുകറുത്താണ് ഇരിക്കുന്നത്, നിന്നെ വെളുത്ത പോത്തിൻ മുട്ട എന്ന് വിളിക്കണോ? ആ ഒരു ചോദ്യമുണ്ട് അല്ലേ? അപ്പോൾ നിന്നെ ഇവിടെ വംശീയമായിട്ട് അല്ലെങ്കിൽ നിൻ്റെ വർണ്ണപരമായിട്ട് നിന്നെ അധിക്ഷേപിക്കുന്നത് ശരിയാണ്, അത് സാമൂഹ്യമായ ഒരു ശരിയാണ് എന്നുള്ള ഒരു തീർച്ചയാക്കൽ കൂടി അയാളുടെ ആ അധിക്ഷേപത്തിലുണ്ട്. അധ്യാപകൻ എന്ന നിലയ്ക്ക് ഈ ചിന്നുവിൻ്റെ വ്യക്തിത്വത്തെ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ടത് ഗോകുൽദാസിൻ്റെ കടമയായിരുന്നു. എന്നിട്ട് കൂടി അയാൾ അതിൻ്റെ ഒപ്പം ചേർന്ന് നിന്നിട്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണമാണ്. അപ്പോഴും ചിന്നുവിനൊന്നും പറയാൻ പറ്റുന്നില്ല. അവളുടെ നാവ് പൊന്താത്തിടത്ത് അവൾ തൻ്റെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ കാണാവുന്ന ചില സംഭവങ്ങൾ. നാവ് പൊന്താത്തിടത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാവ് ഉയർത്തിയിട്ടും അത് സാധിക്കുന്നില്ല, അതിന് പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ കൈകൾ, കാലുകൾ ഒക്കെ പ്രവർത്തിക്കുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. പലയിടത്തും നടന്നിട്ടുള്ള ലഹളകൾ, സമരങ്ങൾ, വടി നടക്കാനുള്ള സമരങ്ങൾ, ക്ഷേത്രത്തിൽ കയറാനുള്ള സമരങ്ങൾ, മുന്നേറ്റങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിന് എതിരായിട്ടുള്ള സമരങ്ങൾ, സ്കൂളിൽ ചേർത്ത കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുവാനും സ്കൂൾ കത്തിക്കുവാനും അടിച്ചോടിപ്പിക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു കേരളമാണ് നമ്മുടെ പഴയ കേരളം. നമ്മളെപ്പോഴും പറയുന്ന സുവർണ ഭൂതകാല കേരളം. അങ്ങനെ ഒരു കാലത്ത് ഉരുട്ടമ്പലത്തിൽ പഞ്ചമിയെ കൈപിടിച്ച് കൊണ്ടുപോയി ചേർത്തിയിട്ടുള്ള അയ്യങ്കാളിയുടെ ഒരു പാരമ്പര്യം, അതെത്രമാത്രം കഴിഞ്ഞിട്ടും ചിന്നുവിൽ എത്തി നിന്നിട്ടും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ചിന്നുവിൻ്റെ ഒരു ജീവിത കഥ തെളിയിക്കുന്നത്. എപ്പോഴും നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ അവൾ ചൂളി നിൽക്കുന്നത്. കോളേജ് കാലഘട്ടത്തിൽ എത്തിയിട്ടും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയിൽ നിന്ന് പോലും ഒരിക്കൽ ആ ഒരു വാക്ക് അവൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഈ കള്ളപ്പുലയുകളുടെയൊക്കെ കൂടെ നടന്നിട്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നതെന്ന് പറയുന്ന തരത്തിലുള്ളൊരു വാക്ക് അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അത്തരം അധിക്ഷേപങ്ങൾ നിരന്തരം നേരിടേണ്ടി വരുന്ന വ്യക്തിത്വങ്ങൾ ഇന്നും ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഒരു നടുക്കത്തോടെയുള്ള തിരിച്ചറിവ് ആ നോവൽ പകരുന്നുണ്ട്. അപ്പോൾ ചിന്നുവിൻ്റെ ചില പ്രവൃത്തികൾ നമുക്ക് പ്രതിലോമകരമായി തോന്നാമെങ്കിലും അവളെ അതിന് നയിച്ചിട്ടുള്ളത് ഇത്തരം അധിക്ഷേപങ്ങൾ തന്നെയല്ലേ എന്നുള്ളതിൻ്റെ ഒരു കരുതൽ അവളുടെ എല്ലാ അതിക്രമങ്ങൾക്കും കീഴെയായിട്ട് വർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെല്ലാം അവൾക്ക് ഒരു തരത്തിലുള്ള ജാമ്യം കിട്ടുന്നുണ്ട് എന്നല്ലേ ആ ഒരു പ്രവൃത്തി സൂചിപ്പിക്കുന്നത്. അഖിലയുടെ ഒരു അഭിപ്രായം അതിലറിയാൻ താല്പര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരാണ്. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ ചില കുട്ടികളെ അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ടീച്ചർമാർ എഴുന്നേൽപ്പിച്ച് നിർത്തി 10 കഴിഞ്ഞാൽ ഉടനെ കിട്ടുമല്ലോ, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്, വെറുതെ വന്നിരുന്നാൽ പോരെ എന്ന മട്ടിൽ അധിക്ഷേപിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള സംവരണത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന വാക്കുകൾ, ആ എഴുതിയേക്കുന്ന ആ സെന്റൻസുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് സ്കൂൾ കാലത്ത്. അപ്പം നമ്മൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു വേദന മനസ്സിലാവില്ല. നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി മാത്രമാണ്. അതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് പോകുമ്പോൾ എന്തിനാ ഇതൊക്കെ വായിക്കാനാണോ എന്ന് ചോദിക്കുന്നത് എനിക്കറിയുന്ന ഒരു കുട്ടി നേരിട്ടതാണ് ആ ഒരു പ്രശ്നം. അതിലൊന്നും അതിശയോക്തിയില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ അധ്യാപകർ പെരുമാറുമെന്ന്. പക്ഷേ അതിനേക്കാളും മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകരും ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു നേരിട്ട അനുഭവമാണ്. ഇപ്പോൾ ചിന്നുവിൻ്റെ മാത്രമല്ല, അതിലിപ്പോൾ ഉള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഗാത്രി ആയാലും, ചിന്നു ആയാലും, മാർത്തയായാലും, ഇപ്പോൾ ദീപുവിൻ്റെ ഭാര്യ രാജി ആയാലും, അവരെല്ലാവരും ഓരോ പ്രത്യേക വ്യക്തിത്വത്തിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഇവരെല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അതിൽ ഒരു ആത്മകഥാംശം കലർന്നു എന്ന് പറയാവുന്നത് ഗാത്രിയുടെ ഇതിലാണ്. ഒരു ഗാത്രിയുടെ ചില സ്വഭാവ വിശേഷതകൾ എനിക്കുണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഫുള്ളല്ല, എന്നാലും കുറച്ച് പക്ഷെ ബാക്കിയുള്ളവരെയൊക്കെ, ഇപ്പോൾ രാജി, ദീപുവിൻ്റെ ഭാര്യ, എനിക്ക് അടുത്തറിയാവുന്ന ഒരാളാണ്. പിന്നെ ചിന്നു അറിയാം. മാർത്ത എൻ്റെ ഒരു സങ്കല്പ സൃഷ്ടിയാണ്. കാരണം എനിക്ക് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആരെയും അറിയില്ല.
ബാക്കി അതിലുള്ള ഒട്ടുമിക്കതും ഭാവനാ സൃഷ്ടികൾ തന്നെയാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു മേഖല ചെറുകഥകളാണ്. ഇപ്പോൾ 15 മേലെ ഞാൻ ചെറുകഥകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ഭാഷാഭൂഷണി, സമകാലിക മലയാളം തുടങ്ങിയ എല്ലാ ആനുകാലികങ്ങളിലും ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോവലെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര ആകർഷകമായൊരു മേഖലയാണ്. കാരണം ചെറുകഥ, ചിലർ പറയാറുണ്ട് ചെറുകഥ എഴുതാനാണ് ബുദ്ധിമുട്ടെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറുകഥ കുറച്ചുകൂടെ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് കംഫർട്ടബിളാണ് ചെറുകഥ എഴുതാനായിട്ട്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയും അതിൻ്റെ പുറകെ അങ്ങ് മനസ്സ് പൊക്കോളും, അതെങ്ങനെയും അത് മുറുകി അങ്ങ് വന്നോളും, അതെനിക്ക് കുഴപ്പമില്ല, അതെനിക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷെ നോവൽ എനിക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്ന ഒരു സാധനം എങ്ങനെ എഴുതും, ഇതെങ്ങനെയാണ് ആൾക്കാർ എഴുതുന്നതെന്നൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് കാലത്തിലൊക്കെ ആദ്യം സ്കൂൾ കാലത്ത് അയൽക്കാരും യക്ഷിയും ഒക്കെയാണ് വായിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് നാൾ വായന വിട്ടുപോയി, എൻട്രൻസ് പഠിത്തമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞത് തിരിച്ചു വന്നത് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖം, ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ നോവൽ എങ്ങനെയാണ്, പിന്നെ ഈ സന്തോഷ് കുമാറിൻ്റെ അന്ധകാരനഴി, അതൊക്കെ വായിച്ചപ്പോൾ നോവൽ എഴുതണം എന്നൊരു തോന്നൽ. പക്ഷേ ഒരു വലിയൊരു സബ്ജക്റ്റ് ഞാൻ ആലോചിച്ച് എഴുതി തുടങ്ങുകയും ചെയ്തു. പക്ഷേ അതൊരു പകുതി വഴിയായപ്പോഴത്തേക്കും നിന്നുപോയി. അപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് പോയി. പിന്നെ വീണ്ടും ഒരു ചെറിയൊരു സബ്ജക്റ്റ് ആലോചിച്ച് എഴുതി തുടങ്ങി. അതെൻ്റെ ഒരു പേഷ്യൻ്റായിരുന്നു. അവരെന്നോട് വന്ന് പറഞ്ഞ അനുഭവങ്ങൾ വേറൊരു രീതിയിൽ ഫിക്ഷണലായിട്ട് എഴുതിയതാണ് എൻ്റെ ആദ്യത്തെ നോവൽ. അതൊരു ചെറിയ നോവലാണ്, വേര് പൂക്കുന്ന മരം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എഴുതിയതാണ് നാവ്. അപ്പം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നോവൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. നമ്മൾ ഓരോ അധ്യായവും നമ്മൾ ഓരോ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും വളരെ വിപുലമായിട്ട് എഴുതണം. ഷോർട്ട് സ്റ്റോറിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഷോർട്ട് സ്റ്റോറി ഒരു ചെറിയൊരു ക്യാൻവാസിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നല്ല ഭാഷയിൽ എഴുതി ഫലിപ്പിച്ചാൽ മതി. ഇത് അങ്ങനെയല്ല, അതിൻ്റെ ചുറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം എഴുതണം. അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത്രയും പരത്തി എഴുതാനായിട്ട്. അപ്പോൾ എപ്പോൾ നോവൽ എഴുതി തുടങ്ങിയാലും എനിക്കത് ചെറുകഥയായി പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ നാവ് എഴുതിയപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഞാൻ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, നിഖിൽ ഖണ്ഡൽവാളിനെ കാണുന്നു, അതൊരു പ്രത്യേകതയുള്ള ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്ത് ഒരു നോവൽ എഴുതണമെന്ന് വിചാരിക്കുന്നു. പിന്നീട് ചെയ്തത് ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതെ, നിഖിൽ ഖണ്ഡൽവാളിനെ അവിനാശ് എന്ന പേര് കൊടുത്തു. വേറെ ഒരു സാമ്യവും ഇല്ല നിഖിൽ ഖണ്ഡൽവാളുമായിട്ട്. അമ്മയെ കൊണ്ട് നടക്കുന്ന ആൾ എന്നതിനുപരിയായിട്ട് വേറെ ഒരു സാമ്യവും ഇല്ല. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചുറ്റും പ്രത്യേക ഇടങ്ങൾ ഡെവലപ്പ് ചെയ്ത് ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആക്കിയാണ് ആ നോവൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇപ്പോൾ അവിനാശ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ദീപക് ആയിക്കൊള്ളട്ടെ, ദീപക് ശശിധരൻ അല്ലേ, അപ്പോൾ ദീപക് ആയിക്കൊള്ളട്ടെ, ഇനി ഗാത്രി ആയിക്കൊള്ളട്ടെ, സിത്താര ആയിക്കൊള്ളട്ടെ, ഇവരെ എല്ലാം വലയ്ക്കുന്ന, ഇവരുടെ എല്ലാം പിന്നീടുള്ള ജീവിതത്തെയും ആത്മഹത്യയെയും കരുപിടിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം ഇവരുടെ പിതൃത്വത്തെ സംബന്ധിച്ചുള്ള സംശയമാണ്. അതായത് സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം, കുടുംബം എന്നുള്ള ആ ഒരു സാമൂഹ്യ ഘടന നിർമ്മിതിക്കുള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ള ആ ബോധത്തെ പിൻപറ്റുന്ന മക്കൾ തന്നെയാണ് ഇവരെല്ലാവരും. അതിൽ ഗാത്രിയാണ് പിന്നീടെങ്കിലും അപകർഷതയോടുകൂടി അല്ലെങ്കിൽ കുറ്റബോധത്തോടുകൂടി പറയുന്നത്, ഞാനന്ന് മന്ദാകിനിയായിരുന്നു, ഗായത്രി എന്ന എൻ്റെ അമ്മയെ മനസ്സിലാക്കുവാനായിട്ട് എനിക്കന്ന് സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും, അതായത് ഗായത്രി എന്ന അമ്മയുടെ കാമുകനെ കാണുന്നതിൻ്റെ പിറ്റേന്നാണ് അവർ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ തനിക്കന്ന് തൻ്റെ അമ്മയെ മനസ്സിലായിരുന്നില്ല എന്ന് പിൽക്കാലത്ത് പറയാൻ ഗാത്രിക്കെങ്കിലും ആകുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ആ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഉഴരുന്നവരാണ്. ഈ അവിനാശ് ആയിക്കൊള്ളട്ടെ, ദീപു ആയിക്കൊള്ളട്ടെ, തൻ്റെ അച്ഛൻ ആര് എന്നുള്ളൊരു സംശയത്തിൽ വ്യവസ്ഥാപിതമായ കുടുംബഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ പോലും അമ്മമാരുടെ ചില രഹസ്യ നടത്തങ്ങൾ, അമ്മമാരുടെ ചില ഇറങ്ങി നടത്തങ്ങൾ എന്ന് പറയാവുന്നതോ, രഹസ്യ സഞ്ചാരങ്ങൾ, മാനസികമോ ശാരീരികവുമായിട്ടുള്ള സഞ്ചാരങ്ങൾ, അവരുടേതായ ചില സ്വാതന്ത്ര്യങ്ങൾ, അതിൻ്റെ പരിണത ഫലമായിട്ടുണ്ടായിട്ടുള്ള ഈ മക്കൾ. പക്ഷേ അവർക്കൊരിക്കലും അമ്മമാരുടെ തലത്തിലേക്ക് എത്തുവാനോ അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് അന്വേഷിക്കാനോ ഇവർ തയ്യാറാവുന്നില്ല. ഇവരത് അറിയുന്ന നിമിഷം തന്നെ, അത്തരം ഒരു സൂചന കിട്ടുന്ന നിമിഷം തന്നെ
വലിയ അപമാനത്തിൻ്റെ കുഴിയിൽ വന്ന് പതിക്കുകയാണ്. അമ്മമാരെ തള്ളി പറയുന്നു, തനിക്ക് തൻ്റെ അച്ഛൻ തൻ്റേത് തന്നെയല്ലേ എന്നുള്ളൊരു വേവലാതിയോട് കൂടിയിട്ട് മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, ഇനി എൻ്റെ അച്ഛൻ ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തകർന്നു വീഴുന്ന, നമ്മൾ സിനിമയിലെ പാട്ട് പോലെ സൂര്യകിരീടം വീണുടഞ്ഞു, അത്രയ്ക്കും വലിയ കിരീടമാണ്. ആ കിരീടധാരണത്തിലാണ് എന്താ പറയുക, പുത്രന്മാരെല്ലാം നടക്കുന്നത്, തങ്ങളുടെ പിതാക്കന്മാർ ചാർത്തിയിട്ടുള്ള ആ കിരീടവും വെച്ചിട്ട്. ആ കിരീട തകർച്ച അല്ലേ, ആ ഒരു സിംഹാസനത്തിന് തന്തയുള്ളവൻ അല്ലെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ എന്നല്ല, ആ വലിയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വാഴുന്ന മക്കളെല്ലാവരും തന്നെ ഇത് അങ്ങനെയല്ല എന്നറിയുന്ന നിമിഷം തന്നെ താഴെ വീണ് തകരുന്നു. മാത്രമല്ല, ആ ഒരു താഴ്ച, അവരുടെ ആ ഒരു അധപതനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കുന്നുണ്ട്. ആത്മഹത്യയിലേക്കും ചിലപ്പോൾ കൊലപാതകം തന്നെ നടത്തിയേക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതൊരു സാമൂഹ്യ ഘടന. അത് ഇന്നത്തെ കാലത്തെ ഒരു നോവൽ എഴുതുമ്പോൾ അഖില എങ്ങനെയാണ് ഇത്രയും അപകടകരമായൊരു വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്ന്? ശരിക്കും പറഞ്ഞാൽ അത് എളുപ്പമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാലേ, ഞാൻ വളർന്നതൊരു നാട്ടിൻപുറത്താണ്. നാട്ടിൻപുറത്ത് നന്മകൾ മാത്രമല്ല, ഇതുപോലത്തെ ധാരാളം കഥകളും സുലഭമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഇറങ്ങി നടന്നാൽ തന്നെ ഇതുമാതിരത്തെ ധാരാളം കഥകൾ കിട്ടും. ഇതുപോലെ അല്ലെങ്കിലും ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് കഥകൾ കേട്ട് തന്നെയാണ് ഞാനും വളർന്നത്. അപ്പോൾ ഇത് മറ്റൊരാളോട് പറയുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് നമ്മൾ എഴുത്തിലൂടെ പറയുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് അത് ബോധ്യപ്പെടും. ഇവിടെ പക്ഷേ അത് അത്യാവശ്യമായിരുന്നു, കാരണം അതിൻ്റെ കീ പോയിന്റ് തന്നെ അതാണ്. അതിൽ നിന്നാണ് പോകുന്നത്. അത് ഒരു നല്ല ഭാഷയിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി. അത് ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നോവൽ സമഗ്രമായി വായിക്കുമ്പോൾ നമ്മൾക്ക് ഇതൊരു കുറ്റാന്വേഷണ നോവൽ ആയി തന്നെ വായിക്കാവുന്നതുമാണ്. പക്ഷെ തുടക്കത്തിൽ അങ്ങനെ ഒരു അവകാശവാദവും അഖില പുലർത്തുന്നില്ല. നോവലായി തന്നെ നിൽക്കുന്നു, അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. അവസാനമാകുമ്പോഴേക്കും നമ്മൾ ആ പിരിമുറുക്കത്തിൽ അങ്ങോട്ട് പോവുകയാണ്, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പറ്റുന്നുണ്ട്. ഏറ്റവും തുടക്കത്തിൽ പറയുന്ന മരണത്തിൻ്റെതായ താഴ്വരയിലെത്തുന്ന ഒരു മഞ്ഞ നിറത്തിൻ്റെ, നമ്മൾ മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണമൊക്കെ വായിക്കുമ്പോൾ മരണത്തിൻ്റെ ഒരു മഞ്ഞ നിറം, മഞ്ഞക്കാമില ബാധിച്ചിട്ടുള്ളൊരു മഞ്ഞ നിറമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ രണ്ട് ലോകങ്ങളിലെത്തി നിൽക്കുന്ന അവിനാശിൻ്റെ അന്വേഷണങ്ങൾ, യാത്രകൾ, ഇതൊക്കെ നിങ്ങൾക്കും കൂടി എല്ലാവർക്കും വായിക്കാവുന്ന വിധത്തിൽ മനോഹരമായ ഭാഷയിലാണ്, ഉദ്വേഗജനകമായ ഭാഷയിൽ തന്നെയാണ് അഖില എഴുതിയിട്ടുള്ളത്. നാവ് എന്ന നോവൽ വായനയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗണേശ് എന്നാണ്, കാസർഗോഡാണ് വീട്. മാഡത്തോട് ചോദിക്കാനുള്ളത്, ചെറുകഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, നാവ് വായിച്ചിട്ടില്ല, വായിക്കണം. ചെറുകഥ എഴുതുന്നതാണ് നോവൽ എഴുതുന്നതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറുകഥ എഴുതുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. തിരിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ചെറുകഥകൾ കുറച്ചുകൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുകഥകൾ വായിക്കാനും അത് എഴുതാനും. എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ചെറുകഥകളാണ്. ചെറുകഥ പെട്ടെന്ന് എനിക്ക് ആയാസരഹിതമായിട്ട് എഴുതാൻ പറ്റാറുണ്ട്. പിന്നെ കുറച്ച് മനസ്സിൽ തന്നെ ചെറുകഥ ഫോം ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മിക്കപ്പോഴും രാത്രിയിൽ ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഇത് ആലോചിച്ച് കിടക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്വപ്നമായിട്ട് തന്നെ വരാറുണ്ട്. അത് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുകയും പെട്ടെന്ന് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മിക്ക ചെറുകഥകളും വരാറ്. അത് എളുപ്പമാണ് എനിക്ക് കുറച്ചുകൂടെ. നോവൽ ഭയങ്കര വലിയ ക്യാൻവാസാണ്. അതിനെ ഓരോ ഇൻസിഡൻസിനെയും കൂട്ടിയിണക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് തന്നെ ഞാനൊരു 4-5 വർഷം എടുത്തു ഈ നോവൽ പൂർത്തിയാക്കാനായിട്ട്. അത് നോവൽ ഭയങ്കര ഇതായതുകൊണ്ടല്ല, എനിക്ക് അത്രയും സമയം വേണ്ടി വന്നു അത് തന്നെ ഒന്ന് ഫോമാക്കി എടുക്കാനായിട്ട്. കുറച്ചായിട്ട് എഴുതിക്കൊണ്ട്, പിന്നെ ടീച്ചർ ആദ്യം ചോദിച്ച മാതിരി സ്ത്രീകളുടെ ഒരു പരിമിതി ഉണ്ട് എഴുത്തില്ല. പുരുഷന്മാരെ പോലെ ഓക്കെ നീ കുട്ടികളെ നോക്കിക്കോളൂ, വീട് നോക്കിക്കോളൂ, ഞാൻ പോയിരുന്ന് എഴുതട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾക്ക് ഉള്ളിൽ തന്നെ നമുക്കൊരു കുറ്റബോധം വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചെങ്കിലും അങ്ങനെയാണ്. എനിക്കൊരു മിക്കവരും അങ്ങനെ തന്നെയായിരിക്കും. നമുക്കൊരു കുറ്റബോധം വരും. കുട്ടികളെ നോക്കാതെ, അങ്ങനെ വീട് നോക്കാതെ നമുക്കങ്ങനെ മുറിയടച്ചിരുന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്, ഇപ്പോൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ നാച്ചുറലി ഇത്രയും സമയം എടുത്തു. നോവലാണ് എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്.